ഞാൻ നിങ്ങളുടെ സ്വന്തം ടെക് ചങ്ക്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പേ പലർക്കും നമ്മളെ പൈസ അയച്ചെന്ന് പറഞ്ഞാലും പൈസ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന ആൾക്ക് പൈസ ലഭിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് പണമിടപാട് ഒന്നും നടത്താൻ പറ്റാതെ വരും. അപ്പോൾ ഇങ്ങനെ കുറേ അധികം പരാതികൾ ഈ വരുന്ന ഇടയ്ക്കായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പായി തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേയുടെ അപ്ഡേറ്റ് ഒരു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഗൂഗിൾ പേ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഗൂഗിൾ പേ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ നമ്മളിൽ പലരും ക്യാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ക്യാച്ച് ഓപ്ഷൻ ക്ലിയർ ചെയ്താൽ തന്നെ ഗൂഗിൾ പേയിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് ആ ക്യാച്ച് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കാവുന്നതാണ്. ഓൺലൈൻ ഇടപാടുകൾ സജീവമായതിനാൽ തന്നെ നമ്മൾ നടത്തുന്ന ഇടപാടുകൾ കൃത്യമായോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗൂഗിൾ പേ വഴി അയക്കുന്ന പേയ്മെൻറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അപ്പോൾ ഈ മെയിനായിട്ടുള്ള പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ ക്ലിയർ ക്യാച്ച് ആണ്. ക്യാച്ച് എങ്ങനെ ക്ലിയർ ചെയ്യുന്നത് ഇന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ആ ക്യാച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ തന്നെ നമുക്കൊരു വലിയൊരു പ്രശ്ന പരിഹാരം നമുക്കുണ്ടാവും. അപ്പോൾ ആ ക്യാച്ച് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിലാണ് കയറുന്നത്. സെറ്റിങ്സിൽ കയറുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റെഡ്മിയുടെ ഫോണാണ്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമതുള്ള ഓപ്ഷനാണ്. ഇതിൽ സിസ്റ്റം ആപ്പ് സെറ്റിങ്സ് ഉണ്ടാകും, മാനേജ് ആപ്സ് ഉണ്ടാകും, ഡ്യുവൽ ആപ്സ് ഉണ്ടാകും, പെർമിഷൻ ഉണ്ടാകും, ആപ്പ് ലോക്ക് ഉണ്ടാകും. അപ്പോൾ മാനേജ് ആപ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ആപ്പുകൾ മൊത്തം തന്നെ ഇവിടെ നമുക്ക് കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഗൂഗിൾ പേ നോക്കുക, ഗൂഗിൾ പേ എടുക്കുക. ഓക്കെ, GPay എന്ന് പറഞ്ഞായിരിക്കും ഇത് കാണിക്കുന്നത്. ഗൂഗിൾ പേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ടാകും. സ്റ്റോറേജ്, ഡേറ്റ യൂസേജ്, ബാറ്ററി, ഓട്ടോ സ്റ്റാർട്ട്, ഇങ്ങനെ പല ഓപ്ഷനുകളും കാണിക്കുന്നുണ്ടാവും. ഇതിലേറ്റവും താഴെയായിട്ട് വലത് സൈഡിൽ താഴെയായിട്ട് ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഫോഴ്സ്, സ്റ്റോപ്പ്, അൺഇൻസ്റ്റാൾ, ക്ലിയർ ഡേറ്റ, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 3 ഓപ്ഷൻസിൽ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ഓൾ ഡേറ്റ, ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിയർ ക്യാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ക്യാച്ച് എന്നിട്ട് ക്യാൻസൽ ഓക്കെ വരും. ഇതിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. ആ ക്യാച്ച് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ നമ്മൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വലിയ തടസ്സങ്ങളില്ലാതെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് നടത്താനും ഒക്കെ സാധിക്കും. അങ്ങനെ വലിയ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ പേ നേടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.